Welcome to Chef Master Junior. Chef Master Junior. എന്നത്തെയും പോലെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. എല്ലാം റെഡി ആയി നിൽക്കുകയാണ്. ഇന്ന് എന്താണ് ഐറ്റം, എന്താണ് പുതിയ ഡിഷ് നമ്മൾ ഷെഫ് പ്രിപ്പയർ ചെയ്യാൻ പറയാന്ന് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ കുട്ടികളെല്ലാം കൂളായിട്ടും ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ജഡ്ജസ് ആണെങ്കിലും ശരി വളരെ എൻജോയ് ചെയ്തിട്ടുള്ള എല്ലാ എപ്പിസോഡ്സും വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡ്സ് ആയിരുന്നു. ജഡ്ജസും എല്ലാവരും എന്താ പറയുക അത്രയും എൻജോയ് ചെയ്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഷെഫ് മാസ്റ്റർ ജൂനിയർ നെക്സ്റ്റ് ലെവലിലേക്ക് പോവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഘട്ടം വരെയാണ്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ ഇന്നത്തേത് ഒരു എലിമിനേഷൻ എപ്പിസോഡാണ്. എലിമിനേഷൻ റൗണ്ടിൽ തന്നെ കേൾക്കുമ്പോൾ തന്നെ പേടിയുണ്ട്. ഇന്നാവാണെങ്കിൽ ഇന്നാവും, അല്ലെങ്കിൽ ഔട്ട് ആവും. ഒക്കെ ജഡ്ജസിന്റെ ഹാൻഡിലാണ്. എലിമിനേറ്റ് ആവുമല്ലേന്ന് എനിക്കറിയില്ല. ടെൻഷൻ ഉണ്ട്, പക്ഷേ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. നമുക്ക് ആദ്യം തന്നെ നമുക്ക് വെൽക്കം ചെയ്യാം നമ്മളുടെ ഈ ഷോയുടെ എല്ലാമായ പെർമനന്റ് ജഡ്ജ് മഹേഷ് കൃഷ്ണ. എനിക്ക് ഇന്ന് ഭയങ്കര ഒരു വിഷമമുണ്ട്. ബിക്കോസ് എലിമിനേഷൻ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. കാരണം കുട്ടികൾ അവർക്കൊരു കുഴപ്പമില്ല, അവരിപ്പോഴും ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഇത്രയും രസകരമായിട്ട് നമ്മൾ ഇത്രയും എപ്പിസോഡ്സ് പോയി. ഒരിക്കലും എലിമിനേഷൻ എന്നൊരു പ്രോസസ്സേ മറന്നുപോയ രീതിയിലായിരുന്നു എനിക്ക് തോന്നുന്നു. ജഡ്ജസ് ആണെങ്കിലും കണ്ടസ്റ്റൻസ് ആണെങ്കിലും പ്രേക്ഷകരാണെങ്കിലും ഒരു വിഷമമുള്ള സംഭവമാണ്. പക്ഷേ അത് ദേവിക പറഞ്ഞ പോലെ അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ഈ ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ. ഇന്നത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ടെൻഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഈ ടെൻഷനൊക്കെ മാറ്റി വെച്ച് നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ അത്രയും എൻജോയ് ചെയ്യിപ്പിക്കുന്ന ഒരാളാണ് നമ്മൾക്ക് ഇന്ന് ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഏവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും ഈ മുഖം കണ്ടാൽ തന്നെ ചിരിയാവും. അത്രയും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. മലയാളികൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് നമുക്കിന്ന് ഷെഫ് മാസ്റ്റർ ജൂനിയറിൽ നമ്മുടെ കുട്ടികളുടെ കൂടിയും നമ്മളുടെ കൂടിയും എൻജോയ് ചെയ്യാൻ വന്നിരിക്കുന്നത്. മലയാളികൾക്ക് ഏവർക്കും പ്രിയങ്കരിയായ ലക്ഷ്മി പ്രിയ. ലെറ്റ്സ് വെൽക്കം ഷെഫ് മാസ്റ്റർ ജൂനിയർ. നമസ്കാരം. ഇതെന്താ ഷെഫ് മാസ്റ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഷെഫ് ക്യാപ്പ് ഒക്കെ വെച്ച് വന്നിരിക്കുന്നത്? അല്ല, നമ്മള് കുട്ടികൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വിഭവങ്ങളൊക്കെ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു കുഞ്ഞുങ്ങളെ വളരെയധികം ഇഷ്ടമുള്ള ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ഇത്രയും കുക്ക് ചെയ്യുന്ന നല്ലൊരു കുക്കെന്ന് പേരെടുത്ത സ്ഥിതിക്ക് ഞാനും അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? നല്ല കുക്കെന്ന് പേരെടുത്തിട്ടുണ്ടോ? ആഹാ, പിന്നെ എന്തിനാണ് ഈ ഷോയിൽ വിളിച്ചത്? അല്ല, നമ്മള് കുട്ടികൾക്ക് എല്ലാവർക്കും രസം, ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുട്ടികൾക്ക് നല്ലൊരു എനർജി കൊടുക്കാൻ വേണ്ടിയിട്ട്. എനർജി മാത്രല്ല, എനർജി ഒരുപാട് വരണമെങ്കിൽ വയറ്റിലോട്ട് വല്ലതും പോകണം. വിശന്നിരിക്കുമ്പോ എത്ര എനർജി ഉണ്ടാവും? അത് കുറവാണ്. ശരി. എന്നാലും നമ്മൾ സ്വീറ്റ്സ് കഴിക്കുമ്പോ ഇല്ലെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷൊക്കെ കിട്ടുമ്പോഴല്ലേ നമുക്ക് സന്തോഷം കൂടുന്നത്. അങ്ങനെയും കൂടി സന്തോഷിപ്പിക്കും. ഓ, എനിക്ക് വയ്യ. അപ്പൊ ഒരു നല്ലൊരു കയ്യടി തന്നെ കൊടുക്കണം കേട്ടോ. മക്കളെല്ലാരും കൊടുക്കണം. കാരണം നിങ്ങൾ ഞങ്ങൾക്കാണ് പൊതുവെ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. പക്ഷെ നിങ്ങൾക്ക് സന്തോഷം തരാനും എനർജി കൂട്ടാനും വേണ്ടിയിട്ടാണ് ചേച്ചി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വന്നതല്ല, ഇതിന്റെ ഇടയ്ക്ക് ഒരു ഭക്ഷണം കൂടി ഉണ്ടാക്കി കൊടുക്കും. എന്തായാലും നല്ലൊരു കാര്യം. കാരണം ഇതുവരെ ആർക്കും തോന്നാത്തൊരു കാര്യമാണ് ചേച്ചി ചെയ്തിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. അപ്പൊ എന്തൊക്കെ ഐറ്റംസ് ആണ് പ്രിപ്പയർ ചെയ്യണത്? പുതിയതൊക്കെ പഠിച്ചിട്ട് വരികയാണോ ചെയ്തത്? അയ്യോ, അതൊന്നും അറിഞ്ഞില്ലല്ലേ. അപ്പൊ ഇവിടെ എനിക്ക് കുറെ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നാടൻ ഫുഡ് ചെയ്യുന്ന ഒരാളാണ്, ഇത്ര നന്നായിട്ട് നാച്ചുറലായിട്ട് ഫുഡിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞ പുരസ്കാരങ്ങളുടെ പേരൊക്കെ ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ ചേച്ചിയുടെ കുക്കിംഗ് പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി നല്ല രസമായിട്ട് അത് ചെയ്യണം. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മള് പൊതുവെ ഷോക്ക് വേണ്ടി പഠിച്ചു വെച്ചു പറഞ്ഞത് ആർട്ടിസ്റ്റും കൂടി ആർട്ടിഫിഷ്യൽ ആയി ആണെന്ന് ഞാൻ വിചാരിച്ചു. നാച്ചുറൽ ആയിട്ട് ചെയ്തതാണെന്ന് വെച്ചു. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് ഇത്രയും നല്ല കുക്കാണ്. പിന്നെ ഞാൻ എല്ലായിടത്തും നോക്കുമ്പോൾ നമ്മൾ ഏത് റെസ്റ്റോറന്റിൽ പോയാലും എവിടെ പോയാലും കുട്ടികൾക്ക് ഇഷ്ടം എന്ന് പറയുന്നത് എപ്പോഴും ചൈനീസ് ഫുഡാണ്. എല്ലാവർക്കും ചൈനീസ് മതി. ഒന്നീ നൂഡിൽസ് വേണം, ഇല്ലെങ്കിൽ അതുപോലത്തെ ചില്ലി ചിക്കൻ വേണം. മുതിർന്നവർക്കും അല്ലേ ഇപ്പം ഫ്രൈഡ് റൈസ് അല്ലേ? താങ്കൾക്ക് അത് തന്നെയല്ലേ അഭിപ്രായം? അല്ല, അങ്ങനെയല്ലേ പൊതുവെ കൂടുതൽ ചൈനീസ് നമ്മുടെ ഇവിടുത്തെ മുന്നത്തെ ഉണ്ടായിരുന്ന നമ്മുടെ കുഹുവിനെ പരിചയപ്പെട്ടത് എന്റെ ജീവിതത്തിലെ ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് ആയിപ്പോയി. അപ്പൊ എനിക്ക് തോന്നി ഇവിടെ ഒന്നും അല്ല നല്ല ഷെഫ് ഉള്ളത്.
ചൈനയിൽ എന്തുകൊണ്ടൊന്ന് പോയി പഠിച്ചൂടാ? ഇപ്പൊ ചൈനക്കാർ ആരിവിടെ വന്നാലും പറയും കേരളത്തിൽ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ചൈനീസേ അല്ല, കേരള ചൈനീസ് മിക്സ് ആന്ന് പറയും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു 3 months കോഴ്സിനൊക്കെ ചൈനയിലൊക്കെ പോയി കുറെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ പഠിച്ചിട്ട് അവര് പോലും ഞെട്ടിപ്പോയി. ഇത്ര നന്നായിട്ട് വീട്ടുകാര് പോലും ചൈനീസ് ഫുഡ് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. ചൈനയിൽ പോയി പഠിച്ചിട്ട് വന്നു. പിന്നെ നമ്മള് ഓരോ യൂണിവേഴ്സിറ്റിന്ന് ഡിപ്ലോമയും അതും ഇതും ഒക്കെ ഡിഗ്രി ഒക്കെ എടുക്കുമ്പോ നമ്മൾ അവിടെ തന്നെ പോകണം. അപ്പോഴാ കുറച്ചും കൂടി കൈ തന്നെ. ഇത്രയും തിരക്കുകൾക്കിടയിലും ചൈനയിൽ പോയിട്ട് കുക്കിംഗ് പഠിക്കാൻ വേണ്ടിട്ട് പോവാന്ന് പറയുന്നത് വലിയൊരു കാര്യം. നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. 3 months കോഴ്സ് ആയിരുന്നു. വെരി ഗുഡ് ചേച്ചി, നന്നായിട്ട് ഫുൾ ചൈനീസ് ഡിഷസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞുണ്ട്. ഒരുപാടൊന്നും പഠിച്ചില്ല, 3 months കൊണ്ട് പഠിക്കാൻ പറ്റുന്ന പരമാവധിയൊക്കെ പഠിച്ചു. അവിടുത്തെ ഏറ്റവും വലിയ പട്ടമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ പേരൊക്കെ ഞാൻ ഈ ഷോന്റെ ലാസ്റ്റ് മാത്രമേ പറയൂ. ഓക്കെ, അപ്പൊ ചേച്ചി ഇന്ന് എലിമിനേഷൻ എപ്പിസോഡാണ്. നമ്മളെ മക്കളുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? അയ്യോ, എനിക്ക് എലിമിനേഷൻ റൗണ്ടിൽ വരാൻ തീരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ആരും സങ്കടപ്പെടുന്നതൊന്നും സഹിക്കില്ല. ആരെങ്കിലും സങ്കടപ്പെട്ട് തുടങ്ങുമ്പോൾ അവരെക്കാട്ടിലും മുമ്പേ ഞാൻ കരയാൻ തുടങ്ങുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ഷോയൊക്കെ കാണാറുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. ചില ഡിഷസൊക്കെ ചിലർ ചെയ്യുമ്പം നന്നാവാറുണ്ട്, ചിലർ ചെയ്യുമ്പോൾ ഫ്ലോപ്പ് ആവാറുണ്ട്. പക്ഷെ നിങ്ങൾ അതിനെ എപ്പോഴും ഓവർകം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് മനുഷ്യർക്ക് പല ടാലൻസും കിട്ടുന്നതിൽ ഒരു ടാലന്റ് ആണ് കുക്ക് ചെയ്യാനുള്ള കഴിവെന്ന് പറഞ്ഞാലും. അതുകൊണ്ട് ഒരു കാര്യം ദൈവം നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റുമ്പോൾ ഏറ്റവും മികച്ച മറ്റൊരു കാര്യം നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തരും എന്ന് ആത്മവിശ്വാസത്തോടു കൂടി വിഷമിക്കാണ്ട് ഇരിക്കുക. അപ്പൊ ചേച്ചി, നമ്മള് മക്കളെല്ലാരും വെയിറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ടാസ്ക് ആണെന്ന് ഷെഫ് ഇവർക്ക് വേണ്ടി പറയുന്നത് നമുക്ക് അറിയില്ല. എന്താണ് സർ ഇവർക്ക് ഒരു കുക്കിങ്ങും ഈസി അല്ല. എല്ലാ കുക്കിങ്ങും അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി എന്താ പറയാ, കുറച്ച് ഈസി ആയിട്ടില്ല. ഒരുപാട് സമയം എടുത്ത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഒരു റൗണ്ട്സ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടേഴ്സ് എന്നുള്ളൊരു റൗണ്ടാണ്. സ്റ്റാർട്ടേഴ്സ് അല്ലെങ്കിൽ അപ്പറ്റൈസേഴ്സ് എന്ന് പറയും, ഫ്രഞ്ചിൽ ഹോദോസ് എന്ന് പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ചൈനയിൽ പോയി എനിക്ക് പറഞ്ഞു തന്നതല്ല, അത് തന്നെയാണോ പേര് കിട്ടില്ല എന്റെ വായി. അതിലൊരു ഒഴുക്കുണ്ട്, ഫ്ലോയില് നമുക്കത് പറയാൻ. ചൈനീസ് ഭാഷ ഒക്കെ പഠിച്ചല്ലോ അല്ലേ? ഭാഷ ഒന്നും പഠിച്ചിട്ടില്ല, ഇതിന്റെയൊക്കെ വെരി ഗുഡ്. ആകെ 3 മാസം കൊണ്ട് എന്തൊക്കെ പഠിക്കല്ലേ. ചേച്ചിക്ക് പഠിക്കാൻ പറ്റും ചേച്ചി, ഇത്രയും പോയി ചെയ്തില്ലേ. അപ്പൊ എന്താണ് പറഞ്ഞോളൂ സാർ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് ശരിക്കും ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു തീം പറയുമ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യുക മെയിനായിട്ട്. അപ്പൊ ഇവിടെ സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുമ്പം ശരിക്കും അപ്പറ്റൈസർ ആണ്. നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെ ഒന്ന് ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് ഈ സ്റ്റാർട്ടറിന്റെ ഒരു പ്രധാന ലക്ഷ്യം. കപ്പല് വായിൽ ഓടിക്കുക. കറക്റ്റ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഫിംഗർ ഫുഡ് എന്നൊക്കെ പറയാറുണ്ട്. അതായത് എന്താ പറയാ, ചെറിയ പീസസിൽ 1-2 ബൈറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ആക്ച്വലി. അപ്പൊ അത് ഒരു വലിയ പീസസോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് അങ്ങനെ ഒരു സ്റ്റാർട്ടർ കോൺസെപ്റ്റിൽ പോകാറില്ല പൊതുവേ. ഓക്കെ, അപ്പോ ഇവിടെ വേണ്ടതും നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയാണ്. കേരളത്തിലെ ഒരു സ്റ്റാർട്ടറിന്റെ പേര് പറയട്ടെ, പെട്ടെന്ന് പറയട്ടെ, പപ്പടം. സത്യം, നമ്മൾ സദ്യ വെക്കുമ്പോ എന്തിനാ ഈ ഉപ്പേരിയും പപ്പടവും ഒക്കെ വെക്കുന്നത്? അതൊക്കെ സ്റ്റാർട്ടേഴ്സ് ആണ്. ഉപ്പേരി കണ്ടോ, നമ്മള് മലയാളികള് കുഴച്ച് തിന്ന് ശീലിച്ചു. മറന്നുപോയി ഇതിന്റെ കാര്യം, ഉപ്പേരിന്റെ കാര്യമൊക്കെ മറന്നുപോയി. അപ്പൊ എല്ലാരും ഓർമ്മിച്ച് വെച്ചോളൂ, മലയാളികൾക്ക് ഇനി നിങ്ങൾ എവിടെ ചെന്നാലും ചോദിക്കുമ്പോ പറയാം മലയാളത്തിൽ എന്താ സ്റ്റാർട്ടേഴ്സ് എന്ന് വെച്ചാൽ ഉപ്പേരി. ഇത് ആക്ച്വലി നമ്മളെ ഈ സ്റ്റാർട്ടേഴ്സ്, സൂപ്പ്, ഫിഷ് എന്നുള്ളത് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു ഫ്രഞ്ച് ക്ലാസിക്കൽ ആ ഒരു കോൺസെപ്റ്റാണ്. നമ്മുടെ 100% അതുമായിട്ട് മാച്ച് ആവില്ല, വ്യത്യാസമാണ് ആക്ച്വലി. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്ക്. പക്ഷേ ഇവിടുത്തെ സദ്യ എന്നൊക്കെ കടമെടുത്താണ് ഈ ഇത്രയും കോഴ്സ് ഓഫ് ഫുഡ് എന്ന് പറഞ്ഞ കാര്യം തന്നെ ഉണ്ടാക്കി. തീർച്ചയായിട്ടും നമ്മുടെ ഈ ട്രഡീഷണൽ പരമായിട്ട് ദ ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ഐറ്റംസ് ആണ് നമ്മുടെ സദ്യ. പെർഫെക്റ്റ് ആണ്. അത് ഒരു ഹോട്ടൽ മാനും പഠിച്ചിട്ടില്ല ചെയ്യുന്നത്, പക്ഷെ അതിന്റെ ബാലൻസ് ഭയങ്കര പെർഫെക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് വരുമ്പോ ശരിക്കും നമുക്ക് ഇന്ന് 40 minutes ടൈം തന്നിട്ടുണ്ട് സ്റ്റാർട്ടേഴ്സിന്. അപ്പൊ ഈ പറയുന്ന കോൺസെപ്റ്റിൽ വേണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ. ഏത് എന്നൊന്നുമില്ല, ഫ്യൂഷനും ആകാം, എന്തുമാകാം, പക്ഷെ അത് സ്റ്റാർട്ടർ ഗണത്തിൽ തന്നെ പെടുക. ഓക്കെ, അപ്പോൾ ശരിക്കും ഒരുപാട് ചിന്തിച്ചു കൂട്ടരുത്, ടൈം പ്രഷ്യസ് ആണ്.
പ്ലാൻ ചെയ്ത് ചെയ്യുക. പ്രത്യേകിച്ച് ഇന്ന് അറിയാമല്ലോ, പോയിൻ്റൊക്കെ വളരെ അടുത്തടുത്ത് നിൽക്കുകയാണ്. ഓരോ പോയിൻറ്റും നമ്മുടെ തുടർന്നുള്ള പ്രയാണത്തിന് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നിമിഷം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയോ കൺഫ്യൂസ്ഡോ ഒന്നും ആകാതെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തോളൂ സർ. കൗണ്ട് ഡൗൺ. ഓൾ ദി ബെസ്റ്റ്. ആൻഡ് 10 9 8 7 6 5 4 3 2 1 start. സ്റ്റാർട്ടർ റൗണ്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് നഗറ്റ്സ് ആണ്. ഏകദേശം കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഞാൻ ചെയ്യുന്നത് പ്രോൺ ഗോൾഡ് കോയിൻ ആൻഡ് പ്രോൺ ഫിംഗേഴ്സ് ആണ്. സ്റ്റാർട്ടർ റൗണ്ടിൽ ഞാൻ പ്രോൺ പാക്കറ്റാണ് ആക്കുന്നത്. ഒരു റെക്ടാങ്കുലർ ഷേപ്പാണ് അതിൻ്റെ മെയിൻ ഷേപ്പ്. ഞാൻ ഉണ്ടാക്കുന്ന ഹോട്ട് ആൻഡ് ക്രിസ്പി ചിക്കൻ ആണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്പൈസി ഡിഷാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റാർട്ടറാണ് കാന്താരി തവ ഫിഷ്. ഞാൻ സ്റ്റാർട്ടർ റൗണ്ടിൽ ഉണ്ടാക്കുന്നത് ഫ്രൈഡ് സ്റ്റഫ്ഡ് ചിക്കൻ ആണ്. ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് വെച്ചിട്ടൊരു ഉന്നക്കായാണ്. ഉന്നക്കായ എന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും മധുരം ഉള്ളതാണ്, പക്ഷേ ഇതിൽ ഫിഷിൻ്റെ സ്പൈസി ഫില്ലിംഗ് ആണ് വരുന്നത്. ഇത് മീൻ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. നെയ്മീനോ ഐക്കോര ആകോലോ. ഞാനിവിടെ ഐക്കോര വെച്ചിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്പി ബാർബിക്യൂ ചിക്കൻ ആണ്. ഇത് നല്ല സിമ്പിൾ ഡിഷാണ്. ഇതിൽ മെയിൻലി സോസസ് ആണുള്ളത്. ഒരു ചിക്കൻ ലോലിപ്പോപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചിക്കൻ മെജസ്റ്റിക് എന്നാണ് ഡിഷിൻ്റെ പേര്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റാർട്ടറാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. റിക്വസ്റ്റ് ഉണ്ട് എനിക്ക്. എന്താ? നമ്മുടെ ചൈനയിലും ഇന്ത്യയിലും അമേരിക്കയിലൊക്കെ ഒരുപാട് പട്ടം വാങ്ങിയില്ലേ ഒരാള്. അതെ 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 അതെ. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു ഡിഷ് ഉണ്ടാക്കാൻ പറ്റുമോ? അതാ ഞാൻ പറഞ്ഞു, ഉണ്ടാക്കുന്നുണ്ട്. തൊപ്പി വെച്ചോണ്ട് വന്നത്. അതിനാണ് നമുക്ക് കൗണ്ട് ഡൗൺ തുടങ്ങിയാലോ? അല്ല, നമുക്ക് ലാസ്റ്റ് അല്ലേ ഞാൻ ഇവരിവിടെ ചെയ്തോട്ടെ. ഈ 14 മിനിറ്റ്സിന്റെ ഉള്ളിൽ തന്നെ ഞാനും ഉണ്ടാക്കി കൊണ്ടുവരും. ടാസ്ക് ആവുള്ളൂ. ടാസ്ക് ആയിട്ടാണ് ശരി. എനിക്ക് വയ്യ, ഇതുവരെ വന്ന ആരും ഇങ്ങനെ ഒരു ചലഞ്ച്. ശരി ശരി, അങ്ങോട്ടല്ല ഇവിടെയല്ലേ. അയ്യോ, ഇവിടെ നിന്ന് ചെയ്ത അവര് കാണില്ലേ. പ്രത്യേകിച്ച് ഞാൻ ചൈനയിൽ പോയി കാശ് മുടക്കി കഷ്ടപ്പെട്ട് പഠിച്ച കാര്യം ഇവിടെ നിന്ന് അങ്ങനെ ചുളുവിൽ അവര് കണ്ടു പഠിക്കണ്ട. നല്ല ഐഡിയ. അതുകൊണ്ട് ഞാൻ ഒളിച്ചു നിന്ന് ഉണ്ടാക്കി കൊണ്ടിരുന്നാണ്. അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അതിനായിട്ട് ഓൾ ദി ബെസ്റ്റ് ചേച്ചി. അടിപൊളി എല്ലാവർക്കും ബൈ.